അന്വേഷണ സംഘം വളരെ വ്യാപകമായി തന്നെ എല്ലാ മേഖലകൾ കേന്ദ്രീകരിച്ചും പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നു. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഈ അതിർത്തി മേഖലകളിൽ SITയുടെ പരിശോധന ഏത് രീതിയിലാണ്? രാഹുൽ ഏത് മേഖലയിലുണ്ട് എന്ന നേരിയ സൂചനയെങ്കിലും SITക്ക് ഉണ്ടോ? നിഖിൽ. ഹാഷ്മി, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നതനുസരിച്ച് കേരളത്തോട് ചേർന്നുള്ള ഈ കർണാടകയോട് ചേർന്നിട്ടുള്ള മേഖലയിൽ, അതിർത്തി മേഖലയിൽ രാഹുൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത്. ഇന്നലെ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ ഹാജരാകാൻ, അതായത് കീഴടങ്ങാൻ വേണ്ടി എത്തുമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ വിവരം തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ രാഹുൽ ഉദ്ദേശിച്ചത് അവിടേക്ക് അപ്പോഴേക്കും DYFI യുവമോർച്ച പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവുകയും അപ്പോൾ കീഴടങ്ങിയാൽ അത് വലിയ പ്രയാസം തനിക്ക് ഉണ്ടാക്കുമെന്നും ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കിലോമീറ്ററുകൾക്ക് മുൻപേ തന്നെ രാഹുൽ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ള സൂചനകൾ SIT സംഘത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഒരു സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ കർണാടക വഴി കേരളത്തിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന അതിർത്തി ജില്ലകളിൽ ഒരുപക്ഷെ രാഹുൽ ഹാജരായേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വയനാട്ടിലെ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ രാഹുലിന്റെ മൊബൈൽ ഫോൺ ഇതിനോടൊപ്പം തന്നെ ട്രേസ് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു സംശയം ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ദൃശ്യം മോഡലിൽ ഫോൺ മറ്റൊരിടത്ത് നിലനിർത്തി ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി ഈ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം രാഹുൽ നടത്തുന്നു എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. നേരത്തെ തന്നെ അവർക്ക് അത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓണായപ്പോൾ തന്നെ അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള സംശയം അവർക്കുണ്ട്. എന്തായാലും ഇപ്പോൾ രാഹുൽ അന്വേഷണ സംഘത്തിന്റെ റഡാറിലില്ല. രാഹുലിനൊപ്പമുള്ള രണ്ടുപേരെ, സഹായിയെയും അടക്കം തന്നെ ഡ്രൈവറെയും കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വിവരങ്ങളുണ്ട്. അവരെ അധികം വൈകാതെ തന്നെ പാലക്കാട്ട് എത്തിച്ചേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത് മുത്തങ്ങ, ബാവലി, തോൽപ്പെട്ടി, താളൂർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ ഇതുവഴി കടന്നു വന്നേക്കാം, കേരളത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ രാഹുൽ നടത്തിയേക്കാമെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതേസമയം ഈ രാഹുലിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് നിന്ന് കർണാടകയുമായി കണക്ട് ചെയ്യുന്ന മേഖലയിലുമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നിരിക്കെ പോലും ഈ രണ്ടിടങ്ങളിലും ഇപ്പോൾ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ കാസർഗോഡുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പല ജില്ലകളിലും രാഹുൽ എത്തിയേക്കാമെന്നുള്ള സൂചന മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ള പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 9 ദിവസമായി MLA ഇല്ല. രാഹുലിന്റെ പരിപൂർണമായി കോൺഗ്രസ് നേതാക്കളടക്കം തള്ളിപ്പറയുന്ന സാഹചര്യം. MLA ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ MLAയുടെ സേവനം തങ്ങൾക്ക് ഇനി വരുന്ന 4 മാസം ലഭിക്കാൻ പോകുന്നില്ല എന്ന് പാലക്കാട്ടുകാർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ രാഹുൽ പോകുന്നതിന് മുൻപ് തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പാലക്കാട്ടുകാർ പൊതുവിൽ എന്തായിരിക്കും അവരുടെ, ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില വികസന പദ്ധതികളൊക്കെ പാസ്സാകേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും. എന്തായാലും രാഹുൽ എവിടെ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമായി മാറുകയാണ്. അത് പാലക്കാടും വളരെ ശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.